വീടിൻ്റെ ഡിസൈനും എല്ലാവർക്കും അനുയോജ്യമാണോ? വെൽക്കം ടു ഡ്രീം ഹോം സീരീസ് പാർട്ട് 4. ഓരോ വീടിൻ്റെയും പ്ലാൻ ഡിസൈൻ ചെയ്യുമ്പോൾ അവരുടെ ബഡ്ജറ്റിനോടൊപ്പം തന്നെ അവരുടെ ലൈഫ് സ്റ്റൈൽ ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര ബാത്റൂം, എത്ര ബെഡ്റൂം എന്നത് മാത്രമല്ല, ക്ലയൻറ്റ് ഇപ്പോൾ വർക്ക് ഫ്രം ഹോം ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് അതിനനുസരിച്ചുള്ള ഒരു വർക്കിംഗ് സ്പേസ് നമ്മൾ അറേഞ്ച് ചെയ്യണം. അതുപോലെ തന്നെ കിച്ചനാണെങ്കിൽ കിച്ചന് കാമായിട്ട് സ്റ്റഡി ചെയ്യാനായിട്ടുള്ള ഏരിയ അത് പ്രൊവൈഡ് ചെയ്തിരിക്കണം. അതുകൂടാതെ തന്നെ നമുക്ക് പലതരം ഹോബീസ് സപ്പോർട്ട് ചെയ്യുന്നതിനായിട്ട് അവർക്ക് റൂംസുകളും വർക്ക് ഏരിയാസും കൊടുക്കുന്നത് നല്ലതായിരിക്കും. എക്സാമ്പിളായിട്ട് ഡാൻസ് ചെയ്യുന്ന ആളിനും റീഡ് ചെയ്യാനായിട്ട് ഒരു ലൈബ്രറി യൂണിറ്റ് പോലെ സെറ്റ് ചെയ്യുന്നത്, അതെല്ലാം നമ്മൾ ഇനിഷ്യൽ ഡ്രോയിങ്ങിൽ തന്നെ സെറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ ബെറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ പ്ലാൻ ഡിസൈൻ ചെയ്യുമ്പോൾ ക്ലയൻറ്റിൻ്റെ ഹെൽത്തും അവരുടെ ഏജും ഫിസിക്കൽ ചാലഞ്ചസ് എല്ലാം അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ പ്ലാൻ ഡിസൈൻ ചെയ്യാൻ വേണ്ടി. എക്സാമ്പിളായിട്ട് ഒരു ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഒരാളാണ് ആ വീട്ടിലുള്ളതെങ്കിൽ അവർക്ക് ഫ്രണ്ടിലെ സ്റ്റെപ്പിനോടൊപ്പം തന്നെ റാമ്പും കൂടി പ്രൊവൈഡ് ചെയ്തിരിക്കണം. നമ്മളൊരു പ്ലാൻ ഡിസൈൻ ചെയ്യുമ്പോൾ ഒരുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് സൺലൈറ്റും ക്രോസ് വെന്റിലേഷനും. കൃത്യമായ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മുടെ വീടിന് ഉള്ളിലേക്ക് നാച്ചുറൽ ലൈറ്റ്സും ക്രോസ് വെന്റിലേഷനിലൂടെ നമ്മുടെ വീടിൻ്റെ ടെമ്പറേച്ചർ എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും. ക്ലയൻറ്റ് പ്ലാൻ അപ്രൂവൽ ചെയ്തതിന് ശേഷമാണ് 3D സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ 3D ഡിസൈൻ കഴിഞ്ഞതിന് ശേഷമാണ് ബിൽഡിങ്ങിൻ്റെ പെർമിറ്റിലേക്ക് പോകുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.